ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് 5 എസെൻഷ്യൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിലാണ് കമ്മ്യൂണിക്കേഷൻ ചെയ്യേണ്ടതെന്നുള്ള 5 രീതികളാണുള്ളത്. അപ്പൊ അത് നമുക്ക് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പൊ അതിന് മുന്നായിട്ട് ആരെങ്കിലും എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്ന ഈ ക്ലാസ് വന്നിട്ട് മോട്ടിവേഷന്റെ ക്ലാസ് ആണ്. കുറെ അധികം ഞാൻ എടുത്തിട്ടുണ്ട്, ഓൾറെഡി അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ കണ്ടു നോക്കാം. ഓക്കെ, അതൊക്കെ ഞാൻ പ്ലേലിസ്റ്റ് ആയിട്ട് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് കയറി നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ മോട്ടിവേഷന്റെ തന്നെ ഒരു പ്ലേലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുറെ കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾ അത് കുറെ കൂടി ചെക്ക് ചെയ്യുക. അപ്പൊ പിന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് തപ്പേണ്ട ആവശ്യം വരത്തില്ല. അത് എന്താ ക്ലാസ് വൈസ് ആയിട്ടും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഞാൻ ഓൾമോസ്റ്റ് പ്ലേലിസ്റ്റിലാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അറിയാത്തവരെങ്കിൽ അത് കണ്ടു നോക്കുക, കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ അത് കണ്ടു നോക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് പോകാം. ഒന്നാമത്തെ ഇതിൽ 5 ഞാൻ പറയുന്നത്. 5 എസെൻഷ്യൽ പോയിന്റ്സ് ആണ്, നമുക്ക് ആവശ്യമുള്ള പോയിന്റ്സ് ആണ്. അപ്പോ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ കൺവേ റിട്ടേൺ നമ്മൾ എഴുതുമ്പോൾ നമുക്ക് കുറെ കൂടി ഐഡിയാസും കാര്യങ്ങളൊക്കെ കിട്ടും. എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ എഴുതുമ്പോൾ നമുക്ക് ഓരോരോ ലാംഗ്വേജ് നമ്മളിപ്പോ എഴുതി പഠിക്കുക. അപ്പൊ അതിൽ നമുക്ക് പുതിയതായിട്ടുള്ള ലാംഗ്വേജ് ഒക്കെ വരും. അപ്പൊ നമുക്കത് കേട്ടിട്ട് തന്നെ നമുക്കത് മനസ്സിലാക്കാനായിട്ടും പറ്റും. നമുക്ക് കുറെ കൂടി ലാംഗ്വേജ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കേട്ട് മനസ്സിലാക്കാൻ പറ്റും. എന്നുവെച്ചാൽ നമ്മളിപ്പോ എഴുതുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. ഇപ്പൊ ഒരാൾക്ക് എഴുതാൻ അറിയാമെങ്കിൽ അത് വായിക്കാനും അറിയായിരിക്കും. സ്വാഭാവികമായിട്ടും അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പൊ നമ്മളത് എഴുതി വായിക്കാൻ അറിയാവുന്നാലല്ലേ അത് എഴുതാനും പറ്റത്തുള്ളൂ. നമ്മൾ എഴുതിയിട്ട് അത് വായിക്കാനും കൂടി പറ്റും നമുക്ക്. അപ്പം അങ്ങനെ നമുക്ക് കുറെ വേർഡ്സ് ഒക്കെ നമുക്ക് കിട്ടും അങ്ങനെ എഴുതി പഠിക്കുമ്പോൾ. അതും ഒരു എസെൻഷ്യൽ സ്കില്ലാണ് കമ്മ്യൂണിക്കേഷന്റെ. ഓക്കെ, രണ്ടാമത്തെ വന്നിട്ട് ഓറൽ കമ്മ്യൂണിക്കേഷൻ. അതായത് നമ്മൾ ഓറൽ ആയിട്ട് കൊണ്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും ആ ഒരു രീതിയിലായിരിക്കും. ഇപ്പൊ ആർക്കെങ്കിലും നല്ല രീതിയിൽ ഇംഗ്ലീഷ് അറിയാവുന്ന ആളുടെ കൂടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവര് പറയുന്ന ഓരോരോ വേർഡ്സ്, പുതിയ വേർഡ്സ് ഒക്കെ നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് എന്തായിരിക്കും, അപ്പൊ ആ വേർഡ്സ് കിട്ടുമ്പോഴത്തേക്കും നമുക്ക് അറിയത്തില്ലെങ്കിൽ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. അപ്പൊ നമുക്ക് ഓരോരോ പുതിയ വേർഡ്സ് കിട്ടിയാൽ നമുക്ക് അങ്ങനെ നമുക്ക് ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അത് രണ്ടാമത്തെ ഓറൽ കമ്മ്യൂണിക്കേഷൻ. നമുക്ക് കുറെ ഐഡിയാസ് ഒക്കെ കിട്ടും നമുക്ക് നല്ലതുപോലെ എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്നുള്ള ഐഡിയ കിട്ടും. പിന്നെ മൂന്നാമത്തെ നോൺ വെർബൽ ആൻഡ് വിഷ്വലൈസ് കമ്മ്യൂണിക്കേഷൻ. അതായത് വിഷ്വലൈസ് നമുക്ക് കാണാൻ പറ്റിയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ടിവിയുടെ സീരീസ്, വെബ് സീരീസ്, അല്ലെങ്കിൽ ന്യൂസ്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് മൂവീസ്, ഇതൊക്കെ നമ്മൾ കാണുമ്പോഴത്തേക്ക് നമുക്ക് പിക്ചറിൽ കാണുകയും ചെയ്യാം, അവർ സംസാരിക്കുന്നത് നമുക്ക് കേൾക്കുകയും ചെയ്യും. അതാണ് നമ്മൾ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. വിഷ്വൽ ആയിട്ട് നമുക്ക് കാണുകയും ചെയ്യാം, കേൾക്കുകയും ചെയ്യാം അവരെന്താ പറയുന്നുള്ളത്. അതും കൂടി നമുക്ക് കൂടുതലായിട്ട് ബെനിഫിറ്റ് ഉണ്ടാവും. ഓക്കെ, പിന്നെ നാലാമത്തെ ആക്റ്റീവ് ലിസണിങ്. ഇപ്പൊ ഒരാൾ സംസാരിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുക, അതും ഒരു സ്കില്ലാണ്. അത് അപ്പൊ നമ്മൾ ഇപ്പൊ പറയുന്നത് നമ്മൾ കേൾക്കുവാണെങ്കിൽ അത് നമുക്ക് ഓരോ വേർഡ്സ് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പൊ ആ വേർഡ്സ് ക്യാച്ചപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും ഇവരെന്തോ എന്ന് പറയുന്നതെന്നുള്ളത്. ഓക്കെ, ഇപ്പൊ ഞാൻ നിങ്ങളോട് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് കുറെ കൂടി മനസ്സിലാവുന്നത് എന്തുവാ ഏതാന്നൊക്കെ. അപ്പൊ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾ അതുപോലെ ശ്രമിക്കാം. പിന്നെ അടുത്തത് വന്നിട്ട് റീഡിങ് കമ്മ്യൂണിക്കേഷൻ. അതായത് നമ്മൾ വായിച്ചാലും നമുക്ക് അറിവ് കിട്ടും. പിന്നെ നമുക്ക് ഈസി ആയിട്ട് അതും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് വായിക്കും തോറും നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും എന്തുവാ സംഭവം എന്നുള്ളത്. വായിക്കുമ്പോൾ നമുക്കും ചില വേർഡ്സ് ഒന്നും മനസ്സിലായില്ലെങ്കിൽ തന്നെ നമുക്ക് ഗൂഗിളിൽ നോക്കാം, ഡിക്ഷണറി നോക്കാം, പല മെത്തേഡ്സും ഉണ്ട് ഇപ്പോൾ നോക്കാനായിട്ട്. അപ്പൊ നമ്മൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ ഇത്രയാണ് ഈ ഒരു 5 പോയിന്റ് ആണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാൻ ഒന്നും കൂടി പറയാം ഏതൊക്കെയാ 5 പോയിന്റ് എന്ന്. ഒന്നാമത്തെ വന്നിട്ട് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. അതായത് എഴുതി പഠിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്നും കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. രണ്ടാമത്തെ ഓറൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, അതായത് നമ്മൾ കൊണ്ട് പറയുന്നതും അതും ഒരു തരത്തിലുള്ള സ്കില്ലാണ്. പിന്നെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, അതായത് ഇപ്പൊ നമ്മള് ടിവിയിലൊക്കെ കാണുന്ന വിഷ്വലൈസ് കാണുന്ന പോലെ നോൺ വെർബൽ വിഷ്വലൈസ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. അപ്പൊ നമ്മൾ വിഷ്വലൈസ് ചെയ്ത് കാണുന്നത് ടിവിയിലൊക്കെ വെബ് സീരീസ്, മൂവീസ്, ന്യൂസ് അതൊക്കെ കാണുമ്പോൾ നമുക്ക് കണ്ടുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കുന്ന പോലത്തെയാണ് അത്. പിന്നെ വന്നിട്ട് ആക്റ്റീവ് ലിസണിങ്. നമ്മൾ എത്രത്തോളം നല്ല ആക്റ്റീവായിട്ട് കേൾക്കുന്നുണ്ട് എന്നുള്ളൊരു അതൊരു സ്കില്ലാണ്. ഇപ്പൊ ഒരാൾ ക്ലാസ് എടുക്കുമ്പോൾ
അവർ പറയുന്ന ഒന്നും നമ്മൾ കേൾക്കും, നമുക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ഇങ്ങനെ കേൾക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ കേൾക്കുന്നോണ്ടല്ലേ, നമുക്ക് അവർ പറയുന്ന കാര്യം മനസ്സിലാവുന്നോണ്ടല്ലേ നമുക്ക് എല്ലാം നന്നായിട്ട് നമ്മൾ ലിസൺ ചെയ്യുന്നതുകൊണ്ട് നമുക്കത് മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പോൾ ആക്റ്റീവായിട്ട് എപ്പോഴും ലിസൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അഞ്ചാമത്തെ വന്നിട്ട് നമുക്ക് വെർബൽ, അഞ്ചാമത്തെ വന്നിട്ട് റീഡിങ്. ഓക്കെ, നമുക്ക് വായിച്ചിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ആണ്. ഇപ്പൊ എന്താ ഞാൻ പറഞ്ഞ സ്റ്റോറീസ് ഒക്കെ വായിക്കാം, ന്യൂസ് പേപ്പർ വായിക്കാം, മാഗസീൻ വായിക്കാം. ഇതൊക്കെ വായിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ, ഐഡിയാസ് ഒക്കെ കിട്ടും. നിങ്ങൾക്ക് അത് ആക്കി വെക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ള 5 എസെൻഷ്യൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ അത്രയേ ഉള്ളൂ. പിന്നെ ആർക്കെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിന് കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം. സോ നിങ്ങൾ ആ നമ്പർ ഒന്ന് വിളിച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പൊ ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നതായിരിക്കും. പിന്നെ ക്ലാസ്സുകൾ വന്നിട്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അവൈലബിൾ ആയിരിക്കും. സോ അപ്പൊ ആർക്കെങ്കിലും ഇതുപോലെ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ദയവായി എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, പിന്നെ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ട് കുഞ്ഞി ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഓക്കെ, സോ അപ്പോൾ എന്തായാലും നിങ്ങൾ എല്ലാവരും നല്ലതുപോലെ ഡിസിഷൻസ് ഒക്കെ എടുക്കുക, ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് താല്പര്യം കാണിക്കുക. കാരണം നിങ്ങളുടെ ബെനിഫിറ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ നിങ്ങൾ ഈ ഇംഗ്ലീഷ് ഒക്കെ പഠിക്കുന്നതും. നിങ്ങൾക്ക് പുറം രാജ്യത്തൊക്കെ പോയി പഠിക്കാനായിട്ട് നിങ്ങൾക്ക് തന്നെയാണ് ഓരോരോ ഇത് വരുന്നത്. ഓക്കെ, പഠിക്കാനായിട്ടുള്ള താല്പര്യം വരുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ ഇംഗ്ലീഷ് ഒക്കെ പഠിച്ച് നല്ല രീതിയിൽ ഇതാവുക. ഓക്കെ, സോ അപ്പൊ അത്രയേ ഉള്ളൂ. സോ അപ്പൊ എല്ലാവർക്കും എൻ്റെ അടുത്തൊരു ക്ലാസ് ആയിട്ട്, ഇതുപോലത്തെ അടുത്തൊരു യൂസ്ഫുൾ ആയിട്ടൊരു ക്ലാസ് ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, സീ യു.